അറിഞ്ഞു കാണും, പത്രങ്ങളിലൊക്കെ വന്ന് വലിയ വാർത്തയായി. ഹിസ്ബുള്ള, അതായത് നസറുള്ള നയിക്കുന്ന ഷിയ മിലിഷ്യ ടീം, നിങ്ങൾക്ക് ഇറാൻ്റെ ഒരു പ്രോക്സിയാണ്, വലിയ പ്രോക്സിയാണ്. വലുതായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത സൈന്യവും സൈനിക ഗ്രൂപ്പുണ്ട്. ഏകദേശം ഞായറാഴ്ച രാവിലെ അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇസ്രായേലിനെതിരെ. ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ നസറുള്ളയുടെ രാവിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അവർ ഏകദേശം 10,000-ലധികം മിസൈൽസ്, റോക്കറ്റ്, ഡ്രോൺസ് ഇസ്രായേലിലോട്ട് തൊടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ പ്രതികരണം വന്നു. ഏകദേശം അവർ തന്നെ പറയുന്ന പോലെ 8,000-ൽ പരം പ്രൊജക്ടൈൽസാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പ്രീ എംപ്റ്റീവായിട്ട് ഇസ്രായേൽ അവരുടെ പല റോക്കറ്റ് ലോഞ്ചേഴ്സും, ഏകദേശം 1,000-ലധികം റോക്കറ്റ് ലോഞ്ചേഴ്സ് ഇവർ നശിപ്പിച്ചു. കാരണം ഇൻ്റലിജൻസും അമേരിക്കയുടെയും ഇൻഫർമേഷൻ, അതേപോലെ മൊസാദിൻ്റെ ഇൻഫർമേഷൻ കിട്ടി. ഏകദേശം 100ഓളം ഇസ്രായേലി IDFൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇത് അടിച്ചിട്ടു. 300-ൽ പരമാണ് ഇവർ ഫയർ ചെയ്ത്, അതും മാക്സിമം അടിച്ചു. അതിൽ 1-2 എണ്ണം ഈ നോർത്തേൺ പാർട്ട് ഓഫ് ഇസ്രായേൽ, അത് ഇസ്രായേലിൻ്റെ സദേൺ പാർട്ട് ലെബനനുമായിട്ട് ചേർന്ന് കിടക്കുന്നിടത്ത് പതിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ഏകദേശം 1,60,000 പേര് ഈ ഹമാസുമായിട്ടും ഹിസ്ബുള്ളയുമായിട്ട് പ്രശ്നം തുടങ്ങി അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു. അവിടെ ഒഴിഞ്ഞു കിടന്ന 2-3 വീടുകളിൽ ഹിറ്റായിട്ടുണ്ട്. ഇത് മാത്രമാണ് ആകെ സംഭവിച്ച നഷ്ടം. ഇനി ഇസ്രായേൽ പ്രിഎംറ്റീവായിട്ടുള്ള സ്ട്രൈക്കിനകത്ത് പറയുന്നത്, ഇവർ റോക്കറ്റ് ലോഞ്ച് 10,000 എണ്ണത്തോളം ഇവർ പ്ലാൻ ചെയ്തിരുന്നു ഫയർ ചെയ്യുവാൻ. അത് സത്യമാണ്. ഹിസ്ബുള്ളയുടെ ചീഫും പറയുന്നത് അവർ 8,000-ഓളം ഫയർ ചെയ്തു. അതായത് അവർ പറയുന്നത്, ഈ ഹിസ്ബുള്ള പറയുന്നത്, ഇത് സുക്കൂറിനെ, അതായത് അവരുടെ സെക്കൻഡ് ഇൻ കമാൻഡ് സുക്കൂറിനെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് അവരിത് ചെയ്തത്. തൽക്കാലത്തേക്ക് ഫർദർ എസ്കലേറ്റ് ചെയ്യാൻ ഹിസ്ബുള്ളയ്ക്ക് താല്പര്യമില്ല. ഇനി നമ്മൾ ആ ടോപ്പിക്കിലോട്ട് വരിക. നമുക്കറിയാവുന്ന വസ്തുതയാണ്, ഹമാസിൻ്റെ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹനിയ, അതേപോലെ സുക്കൂർ, അവരെ ബാക്ക് ടു ബാക്കാണ് ഇസ്രായേലി ഇൻ്റലിജൻസ് വളരെ കറക്റ്റായിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഇവരെ തട്ടിക്കളഞ്ഞു. പിന്നെ ഹിസ്ബുള്ളയുടെ പല നേതാക്കളെയും ഈ ഇറാനുമായിട്ട് സഹകരിക്കുന്ന പലരെയും തട്ടി ദൂരെ കളഞ്ഞു. അത് ലെബനനിൽ വെച്ചുണ്ടായ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം, അതായത് ഇസ്മായിൽ ഹനിയുടെ പ്രതികാരത്തിന് ഇറാൻ അറ്റാക്ക് ചെയ്യും. അതിന് മുമ്പായിട്ട് നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഏകദേശം 300ഓളം മിസൈൽസും റോക്കറ്റും ഇറാനിയൻ ഡ്രോൺസ്, അതായത് 200 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്ന ഡ്രോൺസ് ഇവർക്ക് കൊടുത്തു, അത് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തു. എന്നിട്ടാണ് അവരെ കൊണ്ട് ഇത് പെർഫോം ചെയ്തത് കൂടുതൽ എണ്ണം. പക്ഷേ ഇവിടെയാണ് ഇസ്രായേലി ഫോഴ്സിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്രാവശ്യം അമേരിക്കയുടെ സഹായമില്ലായിരുന്നു, ഇൻ്റലിജൻസ് മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി ഇസ്രായേലി ഫോഴ്സാണ് അവരുടെ 100ഓളം ഫൈറ്റർ എയർക്രാഫ്റ്റും പിന്നെ അവരുടെ അയൺ ഡോമും ആരോയും ഒക്കെ വെച്ചാണ് ഇതിനെ തടുത്തിരിക്കുന്നത്. അതായത് ബെൻഗൂറിയൻ എയർപോർട്ടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. പക്ഷെ അതൊക്കെ ഇവർ ദൂരെ കളഞ്ഞു. പകരം തിരിച്ച് ലെബനനിൽ, അതായത് ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്ന്, നേരത്തെ ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ബോർഡറോട് ചേർന്നായിരുന്നു അവരുടെ ക്യാമ്പും പരിപാടികളും അറ്റാക്കും. അവിടുന്ന് അവർ മാറിയിട്ട് 30-40 മൈൽ അകത്തോട്ടങ്ങ് പോയി സദേൺ ബെയ്റൂട്ട് സൈഡിലോട്ടങ്ങ് പോയി. അപ്പോൾ അവിടെ നിന്നാണ് ഈ അറ്റാക്ക്. പക്ഷേ ഈ ഇറാനും ഹിസ്ബുള്ളയും മനസ്സിലാക്കേണ്ടത്, ടെക്നോളജിയിലും ഹൈടെക്കിലും വളരെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേലിന് ഇവരുടെ അറ്റാക്ക് നേരത്തെ മനസ്സിലാക്കി ഇവരുടെ ലോഞ്ചർ മുഴുവനും ഇല്ലാതായി എന്നാണ് അറിയുവാൻ സാധിക്കും. കാരണം അതിനു വേണ്ടി ഇവർ നടത്തിയിരുന്ന പല പരിശ്രമങ്ങളും ഓരോന്നായിട്ട് ഇസ്രായേലി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ 10,000 എണ്ണം 8,000 തൊടുക്കുന്നതിന് മുമ്പ് തന്നെ ലോഞ്ചേഴ്സ് ഇല്ലാതാക്കുകയും ഇവരുടെ കീ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ മുഴുവനും അതിനു മുമ്പ് പെട്രോളിങ് നടത്തി ബോംബിട്ട് തകർത്തു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഇറാൻ ഇപ്പോഴും വ്യക്തമായിട്ട് പിടികിട്ടി. നേരത്തെ 300 ഇപ്രാവശ്യം അവർ 8,000 എണ്ണം 8,000-ഓളം പ്രൊജക്ടൈൽസ് ഹിസ്ബുള്ളയ്ക്ക് കൈമാറുന്നു. ഇതുമായിട്ടുള്ള റൂട്ടുകൾ ഒക്കെ ഇത് ഒരു ഗെയിം പ്ലാൻ പോലെയാണ്. കാരണം ഒരിക്കലും ഇറാന്
ഇസ്രായേലിനെ ഇപ്പോൾ അടിക്കാനുള്ള പേടിയാണ്. കാരണം അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം, നേരത്തെ ഒന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സിംബോളിക്കായിട്ട് ഇസ്രായേൽ കയറി ഒരു ബോംബിട്ടത് അവരുടെ കീ ഇൻസ്റ്റലേഷൻ അവിടെയാണ്. കാരണം ആ ബോംബ് അവിടെ താഴ്ന്നതിന് മുമ്പ് ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഇറാന് പിടികിട്ടിയത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലുമായിട്ട് അടിച്ചു നിൽക്കുക മാത്രമല്ല, ആ രാജ്യം തന്നെ ഇല്ലാതാകും. അതിൻ്റെ രീതിയിലാണ് അവർ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ പ്രോക്സി ഗ്രൂപ്പിനെ കൊണ്ട് അടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇസ്രായേലിൻ്റെ റിട്ടാലിയേഷൻ വരാൻ പോകുന്നുണ്ട്. ഇന്ന് അവരുടെ ക്യാബിനറ്റ് ചേരുകയാണ്. ഏത് രീതിയിലുള്ള റിട്ടാലിയേഷൻ ആയിരിക്കും ഹിസ്ബുള്ളയ്ക്കും ലെബനനും കൊടുക്കുക? ചിലപ്പം ഒരു വാർ എസ്കലേഷൻ ഉണ്ടായിട്ട് ഈ ലെബനൻ ഭാഗത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹമാസിൻ്റെ ഓപ്പറേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷായി. ഈ ഖാൻ യൂനിസ് ആണെങ്കിലും റഫയാണെങ്കിലും മുഴുവനും ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ അണ്ടറിലാണ്. കാരണം അതിൻ്റെ യാഹ്യ എന്ന് പറയുന്ന അയാൾ ഈ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലി ഹോസ്റ്റേജസിനെ ഈജിപ്തിലോട്ട് ടണൽ വഴി കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് അമേരിക്കയുടെ നിർബന്ധം അനുസരിച്ച് ഒരു നെഗോസിയേഷന് തയ്യാറാണ്. കാരണം ഇസ്രായേലിന് മനസ്സിലായി ഇനിയും അവിടെ നിന്ന് ഹമാസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഹമാസിൻ്റെ ഒന്നുമില്ല. കാരണം ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി കഴിഞ്ഞു. അവരുടെ നേതാക്കളെല്ലാം ലെബനനിലോട്ടും കുറച്ച് പേര് തുർക്കിയിലോട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പം ലെബനിൽ പോയിരിക്കുന്നവരാണ് ഹിസ്ബുള്ളയുമായിട്ട് ചേർന്ന് ഇപ്പോഴത്തെ ഫൈറ്റിൻ്റെ മുൻപിൽ. കാരണം ഇറാനിയൻ സപ്പോർട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളത്. മനസ്സിലാക്കേണ്ട പ്രത്യേക പോയിൻ്റുണ്ട്. ഇറാൻ ഇസ്രായേലുമായിട്ട് ഇനി ഒരു ഡയറക്റ്റ് ഫൈറ്റിന് ഇപ്പോഴത്തെ ഭരണാധികാരി തയ്യാറല്ല. കാരണം അദ്ദേഹം അധികാരത്തിലേറി അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ റിസൈൻ ചെയ്തു. അതിനേക്കാളുപരി ഒരു ടെക് വാറിന്, കാരണം ഇറാന് വ്യക്തമായിട്ട് പിടികിട്ടി ഇസ്രായേലുമായിട്ട് ഒരു ഫൈറ്റിന് പോവുകയാണെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വല്ലാത്ത അധോഗതി ഉണ്ടാകും. അതിൻ്റെ ഭാഗം പിന്നീട് അറിയുവാൻ സാധിച്ചത് അമേരിക്കൻ ഇലക്ഷൻ ഒരു ഘടകം തന്നെയാണ്. അതായത് ഡെമോക്രാറ്റ്സിൻ്റെ ആൾക്കാർ ആൻ്റണി ബ്ലിങ്കനും ഇറാനുമായിട്ട് ഹോട്ട് ലൈനിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക തിരിച്ച് റിട്ടാലിയേഷൻ ചെയ്തിരിക്കും. ഒഫൻസീവായിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യും ഇസ്രായേലിൻ്റെ കൂടെ. അപ്പോൾ ഇതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. എലക്ഷൻ നടക്കാൻ പോവുകയാണ്. സാധ്യത കമലയ്ക്കാണ്. ഈ രീതിയിലാണ് ഇത്. കാരണം അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ പേരിലാണ് ഇറാൻ ഈ സംഭവം അവർ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. അതിന് പകരം വെപ്പൺസ്, അതായത് യൂസ്ലെസ് ആയിട്ടുള്ള ഈ റഷ്യന് അവരുണ്ടാക്കിയ സാധനം ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത് ഈ അറ്റാക്ക് കൊണ്ട് അവർക്കും പിടികിട്ടി. നേരത്തെ 300 ഇപ്രാവശ്യം 8,000 10,000 വിട്ടാലും കാര്യമൊന്നുമില്ല. കാരണം ഇത് എവിടെയും ചെന്നെത്തുന്നില്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഏകദേശം മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ ഫൈറ്റ് ചെയ്യാൻ അവിടെ ഒരു രാജ്യത്തിന് പോലും കേപ്പബിലിറ്റി ഇല്ല. ഈ പ്രോക്സിയെ വെച്ചാണ് കേപ്പബിലിറ്റി. നിങ്ങൾ നേരത്തെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നു ഹൂത്തി അവർ സൂയസ് കനാലിൽ തടയുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഇപ്പം ഇസ്രായേലിൽ കയറി അവരങ്ങോട്ട് ഇതേപോലെ റോക്കറ്റും ഡ്രോൺസും വിട്ട് ഇസ്രായേലിൽ കയറി തിരിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൂത്തി സൈലൻ്റ് ആയിപ്പോയി. അവരുടെ പോർട്ടും കീ ഇൻസ്റ്റലേഷൻ സംഭവങ്ങളും മുഴുവനും അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൂത്തി ഇപ്പോൾ കംപ്ലീറ്റ് അങ്ങ് സൈലൻ്റായി. കാരണം അവരുടെ ഹൂത്തി മിലിറ്റൻസ് ഇഷ്ടം പോലെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരുടെ വലിയൊരു ക്യാമ്പിലാണ് രാത്രി കയറി തീ നിങ്ങൾ കണ്ടു കാണും. വല്ലാത്ത രീതിയിലാണ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോഴേ ഹിസ്ബുള്ളയുടെ ഈ റോക്കറ്റ് ലോഞ്ചറും അവർ വെച്ചിരുന്ന പല സ്റ്റോക്കും, അതായത് ബോംബുകളും അതും മിസൈലും അവിടെ ഇവർ ബോംബിട്ട് കഴിഞ്ഞപ്പോൾ തീ ആളിക്കത്തുകയാണ് ആ പ്രദേശം മുഴുവനും. അപ്പം ഇതിൻ്റെ അകത്തുനിന്നൊരു കാര്യം പിടികിട്ടി. ഇസ്രായേലിൻ്റെ ഹൈടെക്കും അവരുടെ വാർ എക്സ്പീരിയൻസും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും വെസ്റ്റ് ഏഷ്യയിലും എല്ലാവർക്കും താക്കീതാണ്. ഇറാൻ വല്ലതും തൊടാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയാം, ഇറാനെ ഇപ്രാവശ്യം ഇസ്രായേലും അമേരിക്കയും ചേർന്നെങ്കിൽ തീർക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ തീർക്കും. അതായത് മനസ്സിലാക്കുക, നേരത്തെ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും സഹായിച്ചിരുന്നു
300 ഈ മിസൈലും റോക്കറ്റും ഒക്കെ വിട്ട സമയത്ത് ഇപ്രാവശ്യം ഇസ്രായേൽ ഒറ്റയ്ക്കാണ് 8,000-ഓളം പ്രൊജക്റ്റൈൽസുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞത്. പക്ക ദൂരെ എടുത്ത് തോട്ടി കളഞ്ഞു. ഇതാണ് ഹിസ്ബുള്ള ഇസ്രായേൽ അറ്റാക്കിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്.